കോൺഗ്രസ് പ്രവർത്തകൻ നിഷാദ് ചേരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം 10 ലക്ഷം രൂപ തിങ്കളാഴ്ച നൽകാമെന്നും ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് വനമന്ത്രി ഉറപ്പ് നൽകിയതായി അറിയുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടി? ഇല്ല, അത് സംബന്ധിച്ചൊരു ഉറപ്പായിട്ടില്ല. വനംവകുപ്പ് മന്ത്രിയായി 2 തവണ സംസാരിച്ചിട്ടുണ്ട്. അതുമായി ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. 10 ലക്ഷം രൂപയല്ല നമ്മുടെ ക്ലെയിം. നമ്മുടെ ക്ലെയിം 50 ലക്ഷം തന്നെയാണ്. ഭാര്യയ്ക്ക് സ്ഥിര ജോലിയാണ്. ഇത് സംബന്ധിച്ച് യാതൊരുവിധ ഉറപ്പും ഈ സമയം വരെ കിട്ടിയിട്ടില്ല. 10 ലക്ഷം രൂപ തിങ്കളാഴ്ച ഒരുമിച്ച് കൊടുക്കാമെന്നുള്ള അറിയിപ്പും കിട്ടിയിട്ടില്ല. തിങ്കളാഴ്ച പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കേണ്ട 5 ലക്ഷം രൂപ കൊടുക്കും. CCF അനുവദിക്കുന്ന ഫണ്ട് പിന്നീട് കൊടുക്കുമെന്നാണ് അറിയിച്ചത്. അതിനൊരു മാറ്റം വന്നതായി അറിയുന്നില്ല. ഈ കുടുംബത്തിൻ്റെ തീരുമാനമാണ് ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ആകെ തീരുമാനമെന്നാണ് ഞങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. സർക്കാർ പിന്നീട് ശുപാർശ നൽകും ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇത് വിശ്വാസത്തിലെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? ഞങ്ങളുടെ ഒരു സഹോദരൻ മാനന്തവാടി DFO ഓഫീസിലെ ഡ്രൈവർ ഉണ്ണി 2017 മാർച്ച് മാസം 4-ാം തീയതി ഈ അപകടം നടന്നതിൻ്റെ കൃത്യം 1 കിലോമീറ്റർ അപ്പുറം ചാലിക്കദ്ദ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ദാരുണമായി കൊല ചെയ്യപ്പെട്ട പാറക്കൽ ശശിയേട്ടൻ്റെ മകന് സ്ഥിര ജോലി കൊടുക്കുമെന്ന് അന്നത്തെ വനംവകുപ്പിലെ ഉന്നതാധികാരികൾ പറഞ്ഞതാണ്. വർഷം 6 കഴിഞ്ഞിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ ഇപ്പോഴും താൽക്കാലിക ജോലി തുടരുകയാണ്. വിശ്വാസയോഗ്യമായ ഒരു തീരുമാനവും നാളെ ഇതുവരെ എടുത്തിട്ടില്ല. പുതുശ്ശേരിയിലെ തോമസിൻ്റെ കാര്യത്തിലും വെള്ളമുണ്ടയിലും എടുത്തിട്ടില്ല. തിരുനെല്ലിയിലും പനവല്ലിയിലും ഒന്നും ഒരു മരണങ്ങളുണ്ടായപ്പോഴും താൽക്കാലിക ജോലിയല്ലാത്ത സ്ഥിര നിയമനം കൊടുത്ത ഒരു രേഖ പോലും സമർപ്പിക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വിശ്വാസമില്ല. അനുകൂലമായ എന്തെങ്കിലും തരത്തിൽ തീരുമാനം വരുമെന്നും പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ഈ അജീഷിന്റെ മൃതദേഹം സംസ്കരിക്കുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ പോകാൻ കഴിയുമെന്നും അങ്ങനെ അജീഷിന്റെ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനം. മാനന്തവാടിയിലെ പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആ കുടുംബത്തിന്റെ ഏറ്റവും ദയനീയമായ അന്തരീക്ഷത്തിൽ അവരോട് പക്ഷം ചേരുക എന്നുള്ളതാണ്. ഈ പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ഈ കോൺഗ്രസ് പ്രവർത്തകൻ നിഷാദ് പറഞ്ഞതുപോലെ അത്തരം ഔദ്യോഗികമായ വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അകത്ത് അത്തരം ഒരു ആശയവിനിമയം നടന്നതായുള്ള വിവരമുണ്ട്. ഈ കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കുടുംബം എന്ത് നിലപാടെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൃപ്തികരമായ നിലപാട് കുടുംബത്തിന് എടുക്കാൻ അല്ലെങ്കിൽ ആ തീരുമാനങ്ങൾ തൃപ്തികരമല്ലെന്ന് കുടുംബം വിലയിരുത്തുന്നു, പിന്മാറാൻ തയ്യാറില്ലെന്ന് പറയുമ്പോൾ സമരം ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. പക്ഷേ ഉള്ളിലുള്ള തീരുമാനത്തിൻ്റെ ഈ ആശയവിനിമയത്തിൻ്റെ റിസൾട്ട് നമുക്ക് ഇനിയും ലഭിക്കേണ്ടതുണ്ട്.